നമസ്കാരം. ഇപ്പോൾ കിട്ടിയതിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കുവാനായി സോന ജെറിയും. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. സാമ്പത്തികമായി കേന്ദ്രം ഞെരുക്കുന്നുവെന്ന് കേരളത്തിന്റെ ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ്. പെൻഷൻ നൽകാനും ശമ്പളം നൽകാനും ബുദ്ധിമുട്ടുന്നുവെന്ന് കേരളം സുപ്രീം കോടതിയിൽ വാദിച്ചു. ഹർജി ഈ മാസം 25-ന് പരിഗണിക്കും. ആർ അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. അച്യുതൻ, കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഗണ്യമായ വെട്ടിക്കുറയ്ക്കലുണ്ടായത്. അതിനെ തുടർന്നും സംസ്ഥാന ധനമന്ത്രി ഉൾപ്പെടെ CPM നേതാക്കൾ, LDF നേതാക്കളെല്ലാം പറഞ്ഞത് സാമ്പത്തികം ഞെരുക്കുന്നുവെന്ന് കാലങ്ങളായുള്ള ആരോപണമാണ്. ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടലിനെ എങ്ങനെ കാണാം? ഗോകുൽ, ഈ അടുത്തിടെയുണ്ടായ ഒരു പ്രധാന ചർച്ചകൾ തന്നെയായിരുന്നു ഈ കേരളത്തിന്റെ സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ. അതിൽ കേന്ദ്രം ഇടപെടൽ നടത്തി കാര്യമായി ഒരു സാമ്പത്തിക ഞെരുക്കം കേരളത്തിൽ സൃഷ്ടിക്കുന്നു എന്നുള്ള ആരോപണം കേരള സർക്കാർ പലതവണയായി ഉയർത്തിയിരുന്നു. അതിനൊടുവിലാണ് ഇത് നിയമപരമായി ഇടപെട്ടുകൊണ്ട് ഈ കേസ് സുപ്രീം കോടതിയിൽ ഹർജി കേരളം ഫയൽ ചെയ്യുന്നത്. ഈ സാമ്പത്തികമായി കേന്ദ്രം ഞെരുക്കുന്നു എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി ഫയൽ ചെയ്തത്. ഒപ്പം തന്നെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതുൾപ്പെടെയുള്ള ഈ ഹർജിയിൽ കേരളം ഉന്നയിച്ചിട്ടുണ്ട്. ആ ഹർജിയാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ചത്. ഈ പരിഗണനയ്ക്കെടുത്ത സുപ്രീം കോടതി ഇതിൽ ഒരു വിശദീകരണം ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് തേടിയിരിക്കുന്നു. ആ വിശദീകരണം ആവശ്യപ്പെട്ടാണ് കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് നൽകിയിരിക്കുന്നത്. കേസ് 25-നാണ് അടുത്ത് പരിഗണിക്കാനായി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അതിനു മുൻപ് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം സമർപ്പിക്കുവാനാണ് സുപ്രീം കോടതി നേരിട്ടിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ കേരളം ഇന്ന് ഹർജി പരിഗണിക്കവേ സുപ്രീം കോടതിയെ അറിയിച്ചത് ഈ പെൻഷൻ നൽകുന്നതിൽ ഒരു തടസ്സം നേരിടുന്നുണ്ട്. ഇത്തരത്തിൽ കേന്ദ്രം പ്രവർത്തിക്കുന്നത് മൂലം പെൻഷൻ നൽകുന്നതിലും ശമ്പളം നൽകുന്നതിലും തടസ്സം നേരിടുന്നുണ്ട്. ഒപ്പം തന്നെ അടിയന്തരമായി തന്നെ ഈ ഒരു ആവശ്യം പരിഗണിക്കണമെന്നൊരു ആവശ്യമായിരുന്നു കേരളത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ മുന്നോട്ട് വെച്ചത്. എന്തായാലും വിഷയം അടിയന്തരമായി പരിഗണിക്കാം എന്നുള്ളത് മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ മാസം 25-ന് ഹർജി പരിഗണിക്കാമെന്നൊരു ഉറപ്പ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ഒപ്പം തന്നെ ഈ ഇടക്കാല ആശ്വാസവും ഹർജിയിലൂടെ കേരളം തേടിയിരുന്നു. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും 25-ന് ഹർജി പരിഗണിക്കുമ്പോഴായിരിക്കും കോടതിയുടെ പരിഗണനയിൽ വരുന്നത്. കേരളം പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ ഇടക്കാല ആശ്വാസം അത് ഒരുപക്ഷെ ഇതിലൂടെ ലഭിച്ചേക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കേരളം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും 25-ന് കോടതി ഈ ഹർജികൾ പരിഗണിക്കുമ്പോൾ അതിൽ കേന്ദ്ര സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നൽകുന്ന വിശദാംശങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു നടപടിയായിരിക്കും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. ഗോകുൽ. ശരി അച്യുതൻ, ഏതായാലും കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചത്. ഏതായാലും വിശദമായ വാദം അത് 25-ന് കേൾക്കും. ഒപ്പം കേന്ദ്രത്തോടും ചില കാര്യങ്ങളിൽ വ്യക്തത തേടുന്നുണ്ട്. സുപ്രീം കോടതി 25-നാണ് ഹർജിയിലെ വിശദമായ വാദം നടക്കുക. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം പഴന്തോട്ടത്ത് പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. പഴന്തോട്ട സ്വദേശി ഉണ്ണിയുടെ വീട്ടിലാണ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത്. വീടിന്റെ ഭിത്തിയും താൽക്കാലിക ഷെഡും അപകടത്തിൽ തകർന്നു. ശ്യാംകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്യാം, എപ്പോഴായിരുന്നു ഈ അപകടം? ആർക്കെങ്കിലും പരിക്കുണ്ടോ? ഗോകുൽ, ഇന്ന് ഉച്ചയ്ക്ക് 1:30 കൂടിയിട്ടാണ് ഈ അപകടം ഉണ്ടായത്. മൂവാറ്റുപുഴയ്ക്ക് സമീപത്തെ പഴന്തോട്ടം സ്വദേശി ഉണ്ണിയുടെ വീട്ടിലാണ് ഈ അപകടം ഉണ്ടായത്. പുറത്ത് പാചകം ചെയ്യുന്നതിനിടെയാണ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത്. ഇതോടെയാണ് തൊട്ടടുത്തുണ്ടായിരുന്ന താൽക്കാലിക ഷെഡ് പൂർണ്ണമായും കത്തി നശിച്ചത്. വീടിന്റെ ഭിത്തിയുടെ ഒരു ഭാഗവും തകർന്നിട്ടുണ്ട്. അപകട സമയത്ത് തൊട്ടടുത്ത് ആരും ഇല്ലായിരുന്നതിലാണ് ഒരു ദുരന്തം ഒഴിവായത്. ഫയർഫോഴ്സും നാട്ടുകാരും കൂടി എത്തിയാണ് പാചകവാതക സിലിണ്ടറിലെ തീ അണച്ചത്. ഫയർഫോഴ്സിന്റെ വാഹനം കയറാൻ കഴിയാത്ത ഇടവഴിയായതിനാൽ വെള്ളം കൊണ്ടുവന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സിലിണ്ടറിൽ ഒഴിച്ച് തീ കെടുത്തുകയായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. മറ്റാർക്കും അപകടം ഉണ്ടായിട്ടില്ല. ഗൂഗിൾ. ശരി, എറണാകുളം പഴന്തോട്ടത്താണ് പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചത്. ഏതായാലും അപകടം നടക്കുമ്പോൾ അടുത്താരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകൾക്കാർക്കും പരിക്കില്ല എന്നതാണ് ആശ്വാസകരമായ വാർത്ത. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. BSNL എഞ്ചിനീയേഴ്സ് സഹകരണ സംഘം നിക്ഷേപ തട്ടിപ്പ് കേസിൽ വലിയ തട്ടിപ്പ് നടന്നെന്ന് സുപ്രീം കോടതി. പ്രതികളുടെ ജാമ്യം ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് കോടതി നിരീക്ഷണം. മറ്റു കേസുകളിൽ അറസ്റ്റ് പാടില്ലെന്ന ഹൈക്കോടതി ഉത്തരവ് തെറ്റെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. നിക്ഷേപ തട്ടിപ്പ് വാർത്ത 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, കാലങ്ങളായി നമ്മൾ പിന്തുടരുന്ന വാർത്തയാണ്. നമ്മളുടെ വാർത്തയെ തുടർന്ന് അന്വേഷണം ഊർജിതമാവുകയും പലരെയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു, ഒളിവിൽ പോയ പലരെയും. എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്ന നിരീക്ഷണവും നിർദ്ദേശവും? ഗൂഗിൾ 24 പുറത്തു കൊണ്ടുവന്ന BSNL സഹകരണ സംഘം നിക്ഷേപ തട്ടിപ്പ് കേസ് വലിയ തട്ടിപ്പ് കേസ് എന്ന നിരീക്ഷണമാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്.
ഈ സഹകരണ സംഘം വഴി വ്യാജരേഖകൾ ഉപയോഗിച്ചും വ്യാജ അക്കൗണ്ടുകൾ തുറന്നും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് കേസ്. 260 കോടി രൂപയുടെ തട്ടിപ്പാണ് വ്യാജരേഖകൾ ഉപയോഗിച്ച് നിക്ഷേപകരിൽ നിന്നും അനധികൃതമായി പണം സ്വീകരിച്ച് ഈ വ്യാജ അക്കൗണ്ടുകളിലൂടെ ഈ പണം നിക്ഷേപിച്ചത് സ്വന്തം അക്കൗണ്ടുകളിലേക്കും മറ്റും മാറ്റിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട സംഘത്തിന്റെ പ്രസിഡന്റായിരുന്ന AR ഗോപിനാഥൻ, സെക്രട്ടറി ആയിരുന്ന KV പ്രദീപ് കുമാർ, മുൻ ഡയറക്ടറായ PR മൂർത്തി, ജീവനക്കാരൻ രാജീവ് എന്നിവരാണ് തട്ടിപ്പ് നടത്തിയത് എന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഈ പ്രതികളുടെ ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് നിക്ഷേപകർ സുപ്രീം കോടതിയെ സമർപ്പിച്ച ഹർജിയിലാണ് ഇത്തരത്തിൽ ഈ BSNL സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് നടന്നത് വലിയ തട്ടിപ്പാണ് എന്ന നിരീക്ഷണം സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. മറ്റ് കേസുകളിൽ അറസ്റ്റ് പാടില്ല എന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് തെറ്റാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ ഹർജിയിൽ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ ഈ പ്രതികൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഗോകുൽ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. 24ന്റെ നിരന്തര ഇടപെടൽ വാർത്തകളെ തുടർന്നാണ് BSNL എഞ്ചിനീയേഴ്സ് സഹകരണ സംഘത്തിലെ തട്ടിപ്പ് പുറത്തു വന്നതും അതിൽ ഊർജിതമായ അന്വേഷണം നടന്നത്. ഏതായാലും ആ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചതിനെതിരെയുള്ള ഹർജിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇതൊരു വലിയ തട്ടിപ്പ് എന്ന പരാമർശം കൂടി നടത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിൽ പുതിയ ഫോർമുലയുമായി തൃണമൂൽ കോൺഗ്രസ്. ബംഗാളിൽ കോൺഗ്രസിന് 3 സീറ്റ് നൽകാമെന്ന് TMC അറിയിച്ചു. അതിനിടെ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സീറ്റ് വിഭജന ചർച്ച മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഡൽഹിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ സഖ്യകക്ഷികളുമായുള്ള കോൺഗ്രസിന്റെ ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ TMCയുടെ ഈ നിർദ്ദേശം അത് കോൺഗ്രസ് അംഗീകരിക്കുമോ, അത് സ്വീകരിക്കപ്പെടുമോ? ഗൂഗിൾ TMCയുടെ ഉപാധിയിൽ കോൺഗ്രസിന്റെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും കഴിഞ്ഞ ദിവസമടക്കം 2 സീറ്റിൽ നിന്ന് വിട്ടുവീഴ്ചയില്ല എന്നായിരുന്നു തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കിയത്. അപ്പോഴും ഒരു സീറ്റ് കൂടി ചർച്ചയിലൂടെ അനുവദിക്കാമെന്നായിരുന്നു തൃണമൂൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് മുമ്പാകെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ഉപാധി ഒരു സീറ്റ് അനുവദിക്കാം, അതിന് പകരമായി തന്നെ അസമിൽ 2 സീറ്റും അതോടൊപ്പം തന്നെ മേഘാലയയിൽ 1 സീറ്റും നൽകണമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ അസമിൽ കോൺഗ്രസിന് 3 ലോക്സഭാംഗങ്ങളുണ്ട്, മേഘാലയയിലാണെങ്കിൽ 1 ലോക്സഭാംഗങ്ങളുമുണ്ട്. എന്തായാലും ഈ ഒരു നിർദ്ദേശത്തിൽ എന്താണ് കോൺഗ്രസിന്റെ പ്രതികരണം എന്നത് ഇനിയുള്ള മണിക്കൂറുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ഡൽഹിയിൽ ദേശീയ സഖ്യ സമിതിയുമായി പല പാർട്ടികളും ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ ചർച്ചയ്ക്ക് താല്പര്യമില്ല എന്നാണ് അറിയിച്ചത്. എന്തായാലും ഒരു ഇന്ത്യ സഖ്യത്തിലെ സീറ്റ് വിഭജനം അത് വഴിമുട്ടി നിൽക്കുകയാണ്. അതിന് ഈ ഒരു ഉപാധി കൊണ്ട് കോൺഗ്രസ് എന്തെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ, അതല്ല കൂടുതൽ കടുംപിടുത്തം പിടിച്ചുകൊണ്ട് തന്നെ സീറ്റ് വിഭജനത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുമോ എന്നെല്ലാം തന്നെ ഇനിയുള്ള ദിവസങ്ങൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഇന്ന് ഡൽഹിയിൽ നിശ്ചയിച്ച സമാജ്വാദി പാർട്ടിയുമായുള്ള യോഗവും മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഇനിയുള്ള ദിവസങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാട് ഏറെ നിർണായകമാകും. പ്രത്യേകിച്ചും ബംഗാളിൽ 42 ലോക്സഭാ സീറ്റിൽ കോൺഗ്രസ് നിലവിൽ ഇപ്പോൾ ഉള്ളത് 2 സീറ്റുകൾ മാത്രമാണ്. ഏതാണ്ട് 10 സീറ്റ് വരെ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് ബംഗാളിൽ. ശരി നിതിൻ, ഏതായാലും ഡൽഹിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുകയാണ്. അതൊരു വഴിമുട്ടിയ ഘട്ടത്തിലാണ്. ഇപ്പോൾ ഒരു അനുനയം അല്ലെങ്കിൽ അതിലൊരു ഫോർമുല തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നു. 3 സീറ്റുകൾ നൽകാൻ 2 സീറ്റ് എന്ന കടുംപിടുത്തത്തിൽ നിന്നായിരുന്നു. പക്ഷേ പകരം മറ്റ് സംസ്ഥാനങ്ങളിൽ സീറ്റ് ചോദിക്കുന്നുണ്ട് TMC. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. നവകേരള സദസ്സിൽ കറുത്ത വസ്ത്രം ധരിച്ചെത്തിയതിന് കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ പോലീസിന് നിർദ്ദേശം. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് യുവതി നൽകിയ ഹർജിയിലാണ് കോടതി നിർദ്ദേശം. ഹർജി ഹൈക്കോടതി 10 ദിവസം കഴിഞ്ഞ് പരിഗണിക്കാനായി മാറ്റി. ശ്രീകാന്ത് ഉണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഇന്നെങ്ങനെയായിരുന്നു കോടതിയിലെ വാദം? സദസ്സിൽ പങ്കെടുക്കാൻ കറുത്ത വസ്ത്രമണിഞ്ഞെത്തിയതിന് പോലീസ് തടഞ്ഞുവെച്ചതിനെതിരായ കൊല്ലം തലവൂർ സ്വദേശിനി അർച്ചനയുടെ ഹർജി കോടതി പരിഗണിച്ചത്. ഈ വിഷയത്തിൽ വിശദമായ സത്യവാങ്മൂലം നൽകാൻ ഇന്നിപ്പോൾ പോലീസിനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഹർജി 10 ദിവസം കഴിഞ്ഞ് പരിഗണിക്കാനായി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഭർത്താവിന്റെ അമ്മയുമൊത്ത് കഴിഞ്ഞ ഡിസംബർ 18-നാണ് കൊല്ലം ജംഗ്ഷനിൽ നവകേരള സദസ്സിനെത്തുന്ന മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കാണാൻ അർച്ചന പോയത്. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കറുത്ത വസ്ത്രം അണിഞ്ഞെത്തിയതെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ശരി, ശ്രീകാന്താണ് കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായ അടൽ സേതു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 17,840 കോടി രൂപ ചെലവിട്ടായിരുന്നു നിർമ്മാണം. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ, ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, രാജ്യത്തിന്റെ വ്യവസായ കുതിപ്പിന് ഒപ്പം യാത്രകളിലൊക്കെ നിർണായകമാകുന്ന വേഗം കൈവരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു പാലമല്ലേ?
തീർച്ചയായും ഗോകുൽ, രാജ്യത്തിന് തന്നെ അഭിമാനമാകുന്ന തരത്തിലുള്ള ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുമ്പ് രാജ്യത്തിനായി സമർപ്പിച്ചിരിക്കുന്നത്. മുംബൈയെയും നവി മുംബൈയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അഥവാ അടൽ സേതു ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. 22 കിലോമീറ്ററുള്ള ഈ കടൽപ്പാലം ഇത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ കടൽപ്പാലമാണ്. ഈ 22 കിലോമീറ്ററിൽ 16.5 കിലോമീറ്ററോളം കടലിന് മുകളിലൂടെയാണ് ഈ പാലം കടന്നു പോകുന്നത്. ഒപ്പം തന്നെ 15 മീറ്റർ ഉയരത്തിലാണ് ഈ പാലത്തിന്റെ നിർമ്മാണം എന്നുള്ളത്. കപ്പൽ ഗതാഗതത്തെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ ഈ കപ്പലുകൾക്ക് പാലത്തിനടിയിലൂടെ കടന്നു പോകാൻ കഴിയുന്ന തരത്തിൽ ഉയരത്തിലാണ് ഈ പാലം ക്രമീകരിച്ചിരിക്കുന്നത്. 6 വരി പാതയാണ് ഈ പാലത്തിൽ ഉണ്ടാവുക. നിലവിൽ 2.5 മണിക്കൂറോളം എടുക്കുന്ന സമയം, സഞ്ചാര സമയം 20-25 മിനിറ്റ് മാത്രമായി ചുരുക്കാൻ ഈ പാലം നിലവിൽ വരുന്നതോടെ കഴിയും എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഈ 17,840 കോടി രൂപയുടെ പദ്ധതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. 2015 ഈ പാലത്തിന്റെ ഉദ്ഘാടനം തറക്കല്ലിടൽ നിർവഹിച്ചത്. തുടർന്ന് 2016 നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എന്നാൽ കോവിഡ് മഹാമാരിയെ തുടർന്ന് നിർമ്മാണം അല്പകാലം മന്ദഗതിയിലായിരുന്നെങ്കിലും നിലവിൽ ഈ പാലത്തിന്റെ വലിപ്പം ഒപ്പം തന്നെ മറ്റ് സാങ്കേതിക സംവിധാനങ്ങൾ അടക്കമുള്ളവ പരിശോധിക്കുമ്പോൾ അതിവേഗം തന്നെയാണ് നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. ഈ നിർമ്മാണ വൈദഗ്ധ്യത്തോടൊപ്പം തന്നെ അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങൾ, ക്യാമറകൾ അടക്കമുള്ള സംവിധാനങ്ങളും ഈ പാലത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഗോകുൽ, ശരി, ഏതായാലും രാജ്യത്തിൻ്റെ വികസന വേഗത്തിന് കുതിപ്പ് നൽകുന്നതാണ് ആ പാലം. ഒപ്പം നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെ കൂടി അടയാളമാവുകയാണ് അടൽ സേതു. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാവ് ലാൽജി കൊള്ളന്നൂർ കൊലക്കേസിൽ 9 പ്രതികളെയും വെറുതെ വിട്ടു. തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളെ വെറുതെ വിടുന്നുവെന്ന് കോടതി. 2013 ഓഗസ്റ്റ് 15-നാണ് ബൈക്കിലെത്തിയ സംഘം ലാൽജിയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. അജീഷ്, കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് തർക്കം എന്ന തരത്തിലുള്ള വലിയ ആരോപണം നേരിട്ട സംഭവമാണ് ഇത്. എന്താണ് ഈ കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ഗൂഗിൾ, ഈ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് തർക്ക ചരിത്രത്തിൽ ചോര വീഴ്ത്തി കോളിളക്കം സൃഷ്ടിച്ച ഏടുകളിൽ ഒന്നായിരുന്നു ലാൽജി കൊള്ളന്നൂർ കൊലക്കേസ്. 2013 ഓഗസ്റ്റിലാണ് കോൺഗ്രസിന്റെ അയ്യന്തോൾ മണ്ഡലം പ്രസിഡന്റും അതേപോലെ തന്നെ ന്യൂനപക്ഷ കൺവീനർ സെൽ കൺവീനറുമായിരുന്ന ലാൽജി കൊള്ളന്നൂർ കൊല്ലപ്പെടുന്നത്. ഇത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് AI ഗ്രൂപ്പുകൾ തമ്മിലുണ്ടായിരുന്ന തർക്കമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. ഈ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു ആക്രമണം നടക്കുന്നത് ഈ A ഗ്രൂപ്പുകാരനായ പ്രേംജിയുടെ വീട്ടിലേക്കായിരുന്നു. ഈ പ്രേംജിയുടെ ആക്രമണം നടന്നതിന് പ്രതികാരമായിട്ടാണ് I ഗ്രൂപ്പുകാരനായിരുന്ന മധു കൊല്ലപ്പെടുന്നത്. ഈ മധുവിനെ കൊല്ലപ്പെടുത്തിയതിന്റെ പ്രതികാരമായിട്ടാണ് ഈ പ്രേംജിയുടെ സഹോദരൻ ജ്യേഷ്ഠനായ ലാൽജി കൊള്ളന്നൂരിനെ കൊല്ലപ്പെടുന്നത്. അങ്ങനെ ഒരു അക്രമ പരമ്പര തന്നെയാണ് 2013 ഒരു 3 മാസത്തിനിടയിൽ തൃശ്ശൂരിൽ നടന്നത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ കോളിളക്കം സൃഷ്ടിച്ച ഈ കേസിലാണ് ഇപ്പോൾ കോടതി, തൃശ്ശൂർ അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. അന്ന് 10 പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. വിചാരണ കാലയളവിൽ ഒരാൾ കൊല്ലപ്പെട്ടു, ഒരാൾ മരണപ്പെട്ടു. ഈ 9 പ്രതികൾക്കെതിരെയും പോലീസ് പ്രോസിക്യൂഷൻ ചുമത്തിയ തെളിവുകളൊന്നും തെളിയിക്കാൻ പ്രോസിക്യൂഷന് ആയില്ല. ഈ പ്രോസിക്യൂഷനിൽ പ്രധാനമായും 20 സാക്ഷികളെയാണ് കോടതിയിൽ എത്തിച്ചത്. പക്ഷേ 20 സാക്ഷികളിൽ പലരും ഈ വിചാരണ കാലയളവിൽ കൂറുമാറുകയുണ്ടായി. മാത്രമല്ല സാഹചര്യ തെളിവുകളും ഈ കൊലപാതകൾ ഉപയോഗിച്ചു എന്ന് പറയുന്ന ആയുധങ്ങളും ഈ കൊലപാതകളിലേക്ക് നയിക്കുന്ന തെളിവുകളായി പ്രോസിക്യൂഷന് തെളിയിക്കാൻ സാധിച്ചില്ല. അങ്ങനെയാണ് ഈ 9 പ്രതികളെയും തൃശൂർ അഡീഷണൽ സെഷൻസ് ജഡ്ജി TK മിനിമോൾ വെറുതെ വിട്ടത്. എന്തായാലും കോൺഗ്രസിനുള്ളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. എന്തായാലും മേൽക്കോടതിയെ സമീപിക്കുമെന്നാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ അറിയിക്കുന്നത്. ശരി അജീഷ്, ഏതായാലും കോൺഗ്രസിനെതിരെ ഗ്രൂപ്പ് തർക്കത്തിന്റെ ആയുധമാക്കിയതാണ് CPM ഉൾപ്പെടെ വലിയ പ്രചാരണം നൽകിയതാണ്. പലപ്പോഴും എടുത്തുപയോഗിച്ചൊരു കേസാണ് ലാൽജിയുടെ കൊലപാതകം. പക്ഷേ ആ കേസിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടുന്നു. മുഴുവൻ പ്രതികളെയും വെറുതെ വിടുന്നു. തൃശൂർ കുന്നംകുളം തുറക്കുളം മത്സ്യ മാർക്കറ്റിലെ മോഷണത്തിൽ പ്രതി അറസ്റ്റിൽ. INTUC തൊഴിലാളി വെള്ളറക്കാട് സ്വദേശി നൂർദീനാണ് അറസ്റ്റിലായത്. സംയുക്ത തൊഴിലാളി യൂണിയൻ ഓഫീസിൽ നിന്ന് 15 ലക്ഷത്തോളം രൂപയാണ് കവർന്നത്. അജീഷ് ജയകുമാർ തുടരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. അജീഷ്, എങ്ങനെയാണ് ഈ നേതാവിനെ പിടികൂടുന്നത്? ഇയാളാണ് പ്രതിയെന്ന് ഉറപ്പിച്ചത് എങ്ങനെയാണ്?
ഗോകുൽ, ഈ ഡിസംബർ 31 പുലർച്ചെയാണ് ഈ മോഷണം നടക്കുന്നത്. കുന്നംകുളത്തെ മത്സ്യ മാർക്കറ്റിലുണ്ടായിരുന്ന തൊഴിലാളികളുടെ യൂണിയൻ ഓഫീസ് കുത്തി തുറന്നാണ് ഇയാൾ മോഷണം നടത്തിയത്. ഈ ഓഫീസിന് പുറത്ത് CCTV ക്യാമറ ഉണ്ടായിരുന്നു, ഇതിനുള്ളിലും CCTV ക്യാമറ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒരു തുണിയും പ്ലാസ്റ്റിക് കവർ കൊണ്ട് മറച്ചുമാണ് ഇയാൾ ഉള്ളിൽ കയറിയത്. പൂട്ട് തകർത്ത് ഉള്ളിൽ കയറി ഇയാൾ അലമാരയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന 15 ലക്ഷം രൂപയാണ് കവർന്നത്. ഇതിനുശേഷം ഇയാൾ ഒളിവിൽ പോവുകയും പിന്നീട് പിറ്റേ ദിവസം സാധാരണ പോലെ ഈ മാർക്കറ്റിൽ ചുമടെടുക്കാൻ വരികയും ചെയ്തു. പിന്നീട് കുന്നംകുളം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മറ്റ് സ്ഥലങ്ങളിലെ CCTVകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലും അതേപോലെ തന്നെ ഫോറൻസിക് പരിശോധനയിലുമാണ് ഈ പ്രതിയെ എന്തായാലും തിരിച്ചറിഞ്ഞത്. എന്തായാലും ഈ വെള്ളറക്കാട് സ്വദേശി നൂറുദ്ദീനാണ് ഇപ്പോൾ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ INTUC യൂണിയനിലെ തൊഴിലാളിയാണ്. ഈ നേതാവിൽ നിന്നും 15 ലക്ഷം രൂപയാണ് ഇയാൾ മോഷ്ടിച്ചത്. എന്തായാലും പോലീസ് ഇയാളെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ശരി, മാർക്കറ്റിലെ മോഷണത്തിൽ പിടിയിലായിരിക്കുന്ന INTUC തൊഴിലാളിയായ നൂറുദ്ദീനോട് അജീഷ് ജയകുമാറാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കിട്ടിയതിലേക്ക് വീണ്ടും. കുടിശ്ശിക തുക ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് സപ്ലൈകോ ട്രാൻസ്പോർട്ടേഷൻ കരാറുകാർ നാളെ മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക്. കേരള ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷനാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സപ്ലൈകോ FCI ഗോഡൌണുകളിലേക്കും റേഷൻ കടകളിലേക്കും വാതിൽപ്പടി വിതരണം നിർത്തിവെക്കും. എബിൻ ജോസ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. എബിൻ, നേരത്തെ തന്നെ ഈ സപ്ലൈകോയിലെ കുടിശ്ശിക വിതരണം തടസ്സപ്പെട്ടത് കാരണം കരാറുകാർ സാധനങ്ങൾ നൽകുന്നില്ലായിരുന്നു. പല ഔട്ട്ലെറ്റുകളും പൂട്ടേണ്ടി വരും, സാധനങ്ങളില്ല എന്ന് സപ്ലൈകോ തന്നെ സർക്കാരിനെ അറിയിച്ചതാണ്. ഇനി ഈ വിതരണക്കാർ കൂടി എത്തിയില്ലെങ്കിൽ വലിയ ഗുരുതരമായ സാഹചര്യമായിരിക്കില്ലേ? തീർച്ചയായും ഗോകുൽ, ഇത് സാരമായി ബാധിച്ചേക്കും സംസ്ഥാനത്തെ റേഷൻ വിതരണത്തെ അടക്കം. നിലവിൽ ഈ FCI സപ്ലൈകോ ഗോഡൌണുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുകയും അവിടെ നിന്ന് റേഷൻ കടകളിലേക്ക് വാതിൽപ്പടി വിതരണത്തിനായി സാധനങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന കോൺട്രാക്ടേഴ്സാണ് ഇപ്പോൾ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ 56 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരും സപ്ലൈകോയുമായി കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിൽ 56 പേരും സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിൽ നാളെ മുതലാണ് സമരം ആരംഭിക്കുന്നത്. അവർക്ക് 3 മാസമായി ഈ കുടിശ്ശിക അവർക്ക് ലഭിക്കാനുള്ള കരാർ തുക കുടിശ്ശികയാണ്. നിരവധി തവണ മന്ത്രിയോടും അതുപോലെ തന്നെ സപ്ലൈകോ MDയോടും ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ നിലവിൽ ഇതുവരെ ആ തുക കൃത്യമായി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ ക്ഷേമനിധി അടക്കം അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ കോൺട്രാക്ടേഴ്സിനുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ നാളെ മുതൽ കേരളത്തിൽ വ്യാപകമായി സമര പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഗോകുൽ. ശരി, എബിൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. സപ്ലൈകോയിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവുകയാണ്. വിതരണക്കാർ കൂടി, കോൺട്രാക്ടേഴ്സ് കൂടി സമരത്തിലേക്ക് നീങ്ങുന്നു. കുടിശ്ശിക ലഭിക്കാത്തത് ഉന്നയിച്ചുകൊണ്ടാണ് അവരുടെ അനിശ്ചിതകാല സമരം. തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയുടെ ജാമ്യാപേക്ഷ ചെന്നൈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. 3ാം തവണയാണ് ജാമ്യാപേക്ഷ കോടതി നിരസിക്കുന്നത്. ജാമ്യം നൽകിയാൽ കേസിനെ ബാധിക്കുമെന്ന് EDയുടെ വാദം കോടതി അംഗീകരിച്ചു. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. മനേഷ്, അങ്ങനെ ഇത്തവണയും ജാമ്യം ലഭിക്കുന്നില്ല. ഇന്ന് കോടതിയിൽ എങ്ങനെയായിരുന്നു വാദം, പ്രതിവാദങ്ങൾ? ഗൂഗിൾ വാദപ്രതിവാദങ്ങളെല്ലാം തന്നെ നേരത്തെ പൂർത്തിയായതാണ്. അത് ED പറഞ്ഞ കാര്യങ്ങൾ, ED കോടതിയെ അറിയിച്ച കാര്യങ്ങൾ കൃത്യമായി തന്നെ കോടതി അംഗീകരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ട ഒന്ന്. കാരണം അതായത് ഇദ്ദേഹത്തിന്, അതായത് സെന്തിൽ ബാലാജിക്ക് ജാമ്യം അനുവദിച്ചാൽ മന്ത്രി എന്ന നിലയിൽ അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കേസ് അട്ടിമറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അനിയന് പലതവണ നോട്ടീസ് നൽകിയിട്ടും ഇതുവരെയും EDയുടെ മുമ്പിൽ ഹാജരാവാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തെ കണ്ടെത്താനും EDക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ജാമ്യം അനുവദിച്ചാൽ അത് കേസിന്റെ മുൻപോട്ട് പോകിനെ ബാധിക്കുമെന്നുള്ള EDയുടെ വാദം എന്തായാലും കോടതി അംഗീകരിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചെന്നൈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി അല്ലി ജാമ്യം നൽകാൻ സാധിക്കില്ല എന്നുള്ള നിലപാടിലേക്ക് എത്തിയത്. ഇന്നലെ 2 ഹർജികൾ ഇതുമായി ബന്ധപ്പെട്ട് സെന്തിൽ ബാലാജി പുതുതായി നൽകിയിരുന്നു. അത് EDയുടെ അറസ്റ്റിനെതിരെയായിരുന്നു. നിയമപരമല്ലാത്ത അറസ്റ്റാണ് നടത്തിയത്. എല്ലാ രേഖകളും, അത് അറസ്റ്റുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ കൃത്രിമമായി ED ഉണ്ടാക്കിയതാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. എന്തായാലും ആ കേസ് 22-ാം തീയതിയിലേക്കാണ് ഇനിയിപ്പോൾ പരിഗണിക്കുക. അതായത് സെന്തിൽ ബാലാജിയുടെ റിമാൻഡ് കാലാവധി അവസാനിക്കുന്ന 22-ാം തീയതി. ശരി മനേഷ്, ഏതായാലും സെന്തിൽ ബാലാജിയുടെ 3ാമത്തെ ജാമ്യാപേക്ഷയും തള്ളുന്നു. EDയുടെ വാദങ്ങൾ അംഗീകരിക്കുന്നു കോടതി. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്.
ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകും.